ഡോക്ടർ സെവാർഡിൻ്റെ ഡയറി സെപ്റ്റംബർ 4. ആ രോഗി ഇപ്പോഴും ഞങ്ങളെ ആകർഷിക്കുന്നു. പിന്നീട് അയാൾക്ക് ഒരിക്കലേ ഹാലിളകിയിട്ടുള്ളൂ. ഇന്നലെ, അതും അസാധാരണമായ സമയത്ത്. ഉച്ചയാവുന്നതിന് തൊട്ടുമുമ്പ് അയാൾ സമാധാനരഹിതനാകാൻ തുടങ്ങി. ആ അടയാളങ്ങൾ നല്ലപോലെ അറിയാവുന്ന പരിചാരകൻ ഉടനെ തന്നെ സഹായത്തിന് ആളെ വിളിച്ചു. ഭാഗ്യത്തിന് ആൾക്കാർ സമയത്തിനെത്തി. 12 അടിച്ചപ്പോൾ അയാൾ തികച്ചും അക്രമിയായി മാറി. അവർക്ക് തങ്ങളുടെ ശക്തി മുഴുവനും ഉപയോഗിക്കേണ്ടി വന്നു അയാളെ നിയന്ത്രണാധീനനാക്കാൻ. ഏതാണ്ട് 5 മിനിറ്റിനുള്ളിൽ കുറേശ്ശെയായി അയാൾ ശാന്തനാവാൻ തുടങ്ങി. ഒടുവിൽ അതുവരെയുണ്ടായിരുന്ന ആനന്ദാവസ്ഥയിലെത്തുകയും ചെയ്തു. അബോധാവസ്ഥയിലുള്ള അയാളുടെ ദീനരോദനം കേൾക്കുന്നത് വേദനാജനകമാണെന്നാണ് പരിചാരകൻ പറയുന്നത്. മറ്റു ചില രോഗികളെ പരിശോധിച്ച് ഞാൻ തിരികെ ചെന്നു. ശരിയാണ്, ആ സ്വരം എന്നെ കൂടി വ്യാകുലപ്പെടുത്തുന്നു. ഇത് ഭ്രാന്താലയത്തിലെ ഭക്ഷണ സമയമാണ്. എന്നിട്ടും എൻ്റെ രോഗി ഒരു മൂലയിൽ ചൂളിപ്പിടിച്ച് മ്ലാനവദനായിരിക്കുകയാണ്. അയാൾ എന്തോ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് പോലെ തോന്നി. എനിക്കത് തികച്ചും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. വൈകിട്ട് എൻ്റെ രോഗിയിൽ വേറൊരു മാറ്റം കൂടി. 5 മണിക്ക് ഞാൻ അയാളെ പരിശോധിച്ചു. അയാൾ സാധാരണ പോലെ ശാന്തനായിരുന്നു. ഈച്ചകളെ പിടിച്ചു തിന്നുകയും അതിൻ്റെ കണക്ക് കൈനഖം കൊണ്ട് വാതിലിൽ വരച്ചിടുകയുമാണ് അയാൾ. എന്നെ കണ്ടപ്പോൾ അയാൾ അടുത്തേക്ക് ഓടി വന്ന് തൻ്റെ ദുശീലത്തിന് മാപ്പു ചോദിച്ചു. തന്നെ തൻ്റെ പഴയ മുറിയിലേക്ക് തന്നെ പോയാക്കുകയും തൻ്റെ നോട്ട് പുസ്തകം തിരികെ കൊടുക്കുകയും ചെയ്യാൻ അയാൾ വളരെ താഴ്മയോടെ അപേക്ഷിച്ചു. അത് നല്ലതാണെന്ന് എനിക്കും തോന്നി. അയാളെ പഴയ മുറിയിലേക്ക് തന്നെ കൊണ്ടുപോയി ജനൽ തുറന്നിടുകയും ചെയ്തു. ചായയിലിടാനായി കൊടുത്തിരുന്ന പഞ്ചസാരയെല്ലാം ജനൽ പടിമേലിട്ടിട്ട് അയാൾ ഈച്ചകളെ പിടിക്കുകയായിരുന്നു. ഇപ്പോൾ അയാൾ അവയൊന്നും തിന്നുന്നില്ല. മുമ്പത്തെ പോലെ തന്നെ എല്ലാറ്റിനെയും ഒരു പെട്ടിയിലാക്കി മുറിയുടെ മൂലയിൽ 8 കാലികളെ തിരയുകയാണ്. കഴിഞ്ഞ ചില ദിവസങ്ങളിലെ അനുഭവങ്ങളെപ്പറ്റി അയാൾ എന്തെങ്കിലും സംസാരിക്കുമോ എന്ന് ഞാൻ ശ്രമിച്ചു നോക്കി. സംസാരിച്ചാൽ അതെനിക്ക് അത്യധികം സഹായകമായിരിക്കും. പക്ഷേ അയാൾ വളരെ ദീനഭാവത്തിൽ നോക്കിയിരുന്നു. പിന്നെ തന്നെത്താൻ എന്ന പോലെ പറയാൻ തുടങ്ങി. എല്ലാം തുലഞ്ഞു, എല്ലാം തുലഞ്ഞു. അദ്ദേഹം എന്നെ തനിച്ചു വിട്ടുകളഞ്ഞു. ഇനി ഞാൻ തന്നെ അത് ചെയ്യുകയല്ലാതെ വേറൊരു പ്രതീക്ഷയുമില്ല. പെട്ടെന്ന് എൻ്റെ നേരെ തിരിഞ്ഞുകൊണ്ട് അയാൾ പറഞ്ഞു, ഡോക്ടർ, ദയവ് ചെയ്ത് എനിക്ക് കുറച്ചുകൂടി പഞ്ചസാര തരില്ലേ? എനിക്കത് ഏറ്റവും നല്ലതാണെന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെയും ഈച്ചകളോ? ഞാൻ ചോദിച്ചു. അതെ, ഈച്ചകൾക്ക് പഞ്ചസാര പ്രിയമാണ്. ഞാൻ ഈച്ചകളെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഞാൻ അയാൾക്ക് സാധാരണത്തേതിലും ഇരട്ടി പഞ്ചസാര കൊടുത്തു. തിരികെ പോരുമ്പോൾ ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും സന്തുഷ്ടനാണ് അയാളെന്ന് തോന്നി. എനിക്ക് അയാളുടെ ഹൃദയത്തിൻ്റെ അഗാധതയെ അളക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. അർദ്ധരാത്രി, വീണ്ടും ഒരു മാറ്റം. ഞാൻ ലൂസിയെ കാണാൻ പോയി. അവൾക്ക് കുറെ ഭേദമുണ്ട്. തിരികെ തോട്ടത്തിൽ വന്ന് സൂര്യാസ്തമനവും നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ അയാൾ വീണ്ടും ഞരങ്ങുന്നത് കേൾക്കായി. നീല പുക നിറഞ്ഞ അന്തരീക്ഷത്തിലൂടെ തങ്കക്കതിരുകൾ ഓടിച്ചുകൊണ്ട് സായന്തനർക്കൻ അങ്ങകലെ ലണ്ടൻ നഗരത്തിൻ്റെ അപ്പുറത്ത് താഴ്ന്നു പോവുകയാണ്. ഞാൻ എൻ്റെ കെട്ടിടത്തിന് നേരെ കൺതിരിച്ചു. പെട്ടെന്ന് ഞാൻ ഞെട്ടിപ്പോയി. അവിടുത്തെ അന്തരീക്ഷത്തിൽ വേദന തളം കെട്ടി നിൽക്കുകയാണ്. എല്ലാം സഹിക്കാൻ എൻ്റെ ഏകാന്ത മൂകമായ ഹൃദയം മാത്രമുണ്ട്. ഞാൻ അയാളുടെ മുറിയുടെ അരികിലേക്ക് ചെന്നു. ആ ജനലിനരികിലെത്തിയപ്പോൾ സൂര്യബിംബം താണുമറയുകയായിരുന്നു. സൂര്യൻ പൂർണ്ണമായും അസ്തമിച്ചതോടെ അയാൾ ശാന്തനായി. പെട്ടെന്ന് നിലത്ത് പിടഞ്ഞിരുന്നു. ഈ ഭ്രാന്തന്മാരുടെ മാനസിക വികാരങ്ങൾ എന്തെല്ലാമാണാവോ? അല്പസമയത്തിനുള്ളിൽ അയാൾ എണീറ്റ് നിന്ന് നാലുപാടും നോക്കി. പരിചാരകന്മാരോട് അയാളെ പിടിക്കേണ്ടതില്ലെന്ന് ഞാൻ ആംഗ്യം കൊണ്ട് കാണിച്ചു. അയാൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് കാണാൻ ഞാൻ ആഗ്രഹിച്ചു. ജനലിനരികിലേക്ക് പോയി പടിയിലെ പഞ്ചസാരയെല്ലാം തട്ടിക്കളഞ്ഞു. ഈച്ചകളെ സൂക്ഷിച്ചിരുന്ന പെട്ടി തുറന്ന് പുറത്ത് കൊട്ടിയ ശേഷം പെട്ടി വലിച്ചെറിഞ്ഞു. ജനലടച്ചു കുറ്റിയിട്ടു. ശാന്തനായി പോയി കിടക്കയിലിരുന്നു. ഞാൻ ആകെ വിസ്മയത്തോടെ ചോദിച്ചു, നിങ്ങളിനി ഈച്ചകളെ സൂക്ഷിക്കുന്നില്ലേ? ഇല്ല, അയാൾ തുടർന്നു. ആ ചവറുകൾ കൊണ്ട് എനിക്ക് തലവേദന പിടിച്ചു. ഏതായാലും ഇയാൾ അത്യധികം താല്പര്യമുളവാക്കുന്ന ഒരു അത്ഭുത പഠന വിഷയം തന്നെയാണ്. ഇയാളുടെ ഹൃദയത്തെപ്പറ്റി അല്ലെങ്കിൽ പെട്ടെന്നുള്ള വികാരാവേശത്തെപ്പറ്റി എന്തെങ്കിലും അറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുകയാണ്.
ഇന്നുച്ചയ്ക്കും സൂര്യാസ്തമന വേളയിലും അയാളുടെ ഉന്മാദാവസ്ഥ ഇളകാൻ എന്താണ് കാരണമെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞെങ്കിൽ ഒരു സൂചന ലഭിക്കും. ഇതിൽ സൂര്യവെളിച്ചത്തിൻ്റെ പ്രേരണ എന്തെങ്കിലും ഉണ്ടാവുമോ? ഏതായാലും നമുക്ക് നോക്കാം. ഡോക്ടർ സെവാർഡ് വാൻ ഹെൽസിങ്ങിന് അയച്ച കമ്പികൾ. സെപ്റ്റംബർ 4. രോഗിക്ക് ഇന്ന് കൂടുതൽ സുഖമുണ്ട്. സെപ്റ്റംബർ 5. രോഗി വളരെയധികം ഭേദപ്പെട്ടിരിക്കുന്നു. നല്ല രുചി, സാധാരണത്തെ പോലെ ഉറങ്ങുന്നു, നല്ല ഉന്മേഷവുമുണ്ട്, ആരോഗ്യം വീണ്ടെടുത്തു വരുന്നു. സെപ്റ്റംബർ 6. അപായകരമായ മാറ്റം ഉടനെ വരിക. ഒരൊറ്റ മണിക്കൂറും താമസിക്കരുത്. താങ്കൾ വന്ന് കണ്ടതിന് ശേഷമേ ആർദ്രെ വിവരമറിയിക്കൂ. ഡോക്ടർ സെവാർഡ് ആർദ്രക്ക് അയച്ച കത്ത്. സെപ്റ്റംബർ 6. എൻ്റെ പ്രിയമുള്ള ആർദ്ർ, ഇന്ന് കാലത്ത് ലൂസിയുടെ സുഖക്കേട് അല്പം ജാസ്തിയായി. ഏതായാലും അതുകൊണ്ടൊരു മെച്ചം കിട്ടി. അമ്മ തന്നെ അവളുടെ സുഖക്കേടിനെ പറ്റി എന്നോട് സംസാരിച്ചു. ഞാൻ അവസരം പാഴാക്കിയില്ല. എൻ്റെ പഴയ പ്രൊഫസറായ ഡോക്ടർ വാൻ ഹെൽസിങ് കുറച്ചു ദിവസം എൻ്റെ കൂടെ താമസിക്കാൻ വരുന്നുണ്ടെന്നും ലൂസിയെ അദ്ദേഹത്തിൻ്റെ സംരക്ഷണത്തിലാക്കാമെന്നും ഞാൻ അവരോട് പറഞ്ഞു. ഇപ്പോൾ ഞങ്ങൾക്ക് യാതൊരു തടസ്സവും കൂടാതെ അവളുടെ വീട്ടിലേക്ക് പോവുകയും വരികയും ചെയ്യാം. അമ്മയെ തെല്ലും പരിഭ്രമിപ്പിക്കേണ്ടതില്ല. പെട്ടെന്ന് അവരെ പരിഭ്രമിപ്പിക്കുക എന്ന് വെച്ചാൽ അതിനർത്ഥം അവരുടെ മരണമായിരിക്കും. ലൂസിയുടെ ഈ സ്ഥിതിയിൽ അത് ഏറ്റവും കടുപ്പവുമാകും. സുഹൃത്തെ, നമ്മളിപ്പോൾ ആകെ വിഷമത്തിലാണ്. പക്ഷേ ഈശ്വര കൃപ കൊണ്ട് എല്ലാം ശരിപ്പെടുമെന്ന് വിശ്വസിക്കുക. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എഴുതാം. കത്ത് കിട്ടാൻ താമസിച്ചാൽ ഞാൻ വിവരങ്ങൾ വ്യക്തമായി അറിയാൻ ശ്രമിക്കുകയാണെന്ന് വിശ്വസിക്കുക. താങ്കളുടെ സെവാർഡ്. ഡോക്ടർ സെവാർഡിൻ്റെ ഡയറി. സെപ്റ്റംബർ 7. ഞങ്ങൾ ലിവർപൂൾ തെരുവിൽ വെച്ച് കണ്ടപ്പോൾ പ്രൊഫസർ വാൻ ഹെൽസിങ് എന്നോട് ആദ്യമായി ചോദിച്ചത് ഇങ്ങനെയാണ്: നിങ്ങൾ അവളുടെ യുവകാമുകനോട് എന്തെങ്കിലും പറഞ്ഞുവോ? ഇല്ല, ഞാൻ പറഞ്ഞു. ഞാൻ കമ്പിയിൽ പറഞ്ഞ പോലെ തന്നെ താങ്കളെ കണ്ട ശേഷമേ എഴുതൂ എന്ന് കരുതിയിരിക്കുകയായിരുന്നു. ലൂസിക്ക് സുഖക്കേടൽപ്പം ജാസ്തിയായിരിക്കുന്നതിനാൽ താങ്കൾ വരുന്നുണ്ടെന്നും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എഴുതാമെന്നും മാത്രമേ ഞാൻ അദ്ദേഹത്തിന് എഴുതിയിട്ടുള്ളൂ. ശരിയാണ് സുഹൃത്തെ, അദ്ദേഹം പറഞ്ഞു. തികച്ചും ശരിയാണ്. അദ്ദേഹം അറിയാതിരിക്കുകയാണ് നല്ലത്. ഒരുപക്ഷെ ഒരിക്കലും അറിയരുത്. അതാണ് എൻ്റെ ആഗ്രഹം. എങ്കിലും ആവശ്യം വരികയാണെങ്കിൽ അദ്ദേഹം എല്ലാം അറിഞ്ഞുകൊള്ളട്ടെ. പിന്നെ സ്നേഹിത, ഞാൻ പറയാമല്ലോ, ജാഗ്രതയായിരിക്കണം. താങ്കൾ പെരുമാറുന്നത് ബുദ്ധിസ്ഥിരതയില്ലാത്തവരോടാണ്. ഒരു കണക്കിന് ലോകത്തിലുള്ള എല്ലാവരും ഭ്രാന്തന്മാർ തന്നെയാണ്. ഒരു വ്യത്യാസം മാത്രം: താങ്കളുടെ കീഴിലുള്ളത് മുഴുവൻ ഭ്രാന്തന്മാരാണ്. ഇനി ബാക്കിയുള്ള ഭ്രാന്തന്മാരുമായും പെരുമാറാൻ തയ്യാറായിരുന്നു കൊള്ളുക. സ്വന്തം ചെയ്തികളുടെ ന്യായാന്യായതകളെക്കുറിച്ചൊന്നും താങ്കൾ ഭ്രാന്തന്മാരോട് ചർച്ച ചെയ്യാറില്ലല്ലോ. അതുപോലെ തന്നെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ ഏറ്റവും ഗൂഢമായി വെക്കണം. അദ്ദേഹം എൻ്റെ മാറത്തും നെറ്റിയിലും സ്പർശിച്ചു. പിന്നീട് സ്വയം അങ്ങനെ ചെയ്തു. എനിക്കിപ്പോൾ എൻ്റേതായ ചില ചിന്തകളൊക്കെയുണ്ട്. എല്ലാം ഞാൻ പിന്നീട് പറഞ്ഞു തരാം. എന്തുകൊണ്ടിപ്പോഴില്ല? ഞാൻ ചോദിച്ചു. അതൊരു പക്ഷേ ഗുണകരമായേക്കും. നമുക്ക് ഒന്നിച്ചൊരു തീരുമാനമെടുക്കാം. അദ്ദേഹം എൻ്റെ നേരെ നോക്കിക്കൊണ്ട് പറഞ്ഞു. പ്രിയപ്പെട്ട ജോൺ, ധാന്യം വളർന്നു കഴിഞ്ഞാൽ അത് പഴുത്തു കഴിയുന്നതിന് മുമ്പ് തന്നെ പാലുറച്ച് തങ്ക നിറം പൂശാൻ തുടങ്ങുന്നതിന് മുമ്പായി കൃഷിക്കാരൻ ചെന്ന് ഒന്ന് പൊട്ടിച്ചെടുത്ത് കയ്യിലിട്ട് തിരുമ്മി നിങ്ങളുടെ നേരെ നീട്ടിക്കൊണ്ട് പറയും, നോക്കൂ, ഇത് നല്ല ധാന്യമാണ്. പഴുത്തു കഴിഞ്ഞാൽ നല്ല മേനിയുണ്ടാകും. എനിക്കതിൻ്റെ പ്രസക്തി മനസ്സിലായില്ല. ഞാനത് തുറന്നു പറയുകയും ചെയ്തു. അദ്ദേഹം പണ്ട് ലെക്ചർ ക്ലാസ്സുകളിൽ പതിവുള്ള പോലെ തമാശയായി എൻ്റെ ചെവി പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു നല്ല കൃഷിക്കാരൻ അപ്പോൾ അങ്ങനെ പറയുന്നത് അതുവരെ അതറിയാത്തതുകൊണ്ടാണ്. പക്ഷേ താൻ നട്ട ചെടി വളർന്നോ എന്നറിയാനായി അയാളത് പറിച്ചു നോക്കാറില്ല. അത് കുട്ടിക്കളിയാണ്. കൃഷി ഒരു ജീവിതോപാധിയായി കണക്കാക്കുന്നവർ ചെയ്യാറില്ല. ഇപ്പോൾ മനസ്സിലായോ ജോൺ? ഞാൻ എൻ്റെ ധാന്യം വിതച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി അത് മുള പൊട്ടി കിളർന്നു വരുന്നത് പ്രകൃതിയുടെ സഹായം കൊണ്ടാണ്. കൂമ്പെടുത്തു കഴിഞ്ഞാൽ പ്രതീക്ഷയ്ക്ക് അവകാശമുണ്ട്. ഞാൻ ക്ഷമയോടെ കാത്തിരിക്കും. എനിക്ക് വ്യക്തമായി. അതറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം നിർത്തുകയും ചെയ്തു. അല്പനേരത്തിന് ശേഷം അദ്ദേഹം വീണ്ടും തുടർന്നു. നിങ്ങളൊരു നല്ല വിദ്യാർത്ഥിയായിരുന്നു. പക്ഷേ ഇന്ന് നിങ്ങൾ വിദ്യാർത്ഥിയല്ല. നിങ്ങളുടെ അധ്യാപകൻ നിങ്ങൾ തന്നെയാണ്. സുഹൃത്തെ, ഓർമ്മശക്തിയേക്കാളും തൂക്കം കൂടുതൽ വിജ്ഞാനത്തിന് തന്നെയാണ്. അറിവ് കുറഞ്ഞവരെ നാം വിശ്വസിക്കരുത്. ഞാൻ പറയാമല്ലോ, ഈ പെൺകിടാവിൻ്റെ സുഖക്കേട് നമുക്ക് മാത്രമല്ല ഏവർക്കും താല്പര്യമുള്ളതായേക്കും. ശ്രദ്ധിച്ചു കേൾക്കണം. ആയേക്കും എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ.
ഈ കേസ് നല്ല പോലെ ശ്രദ്ധിച്ചോളൂ. അഗണ്യമായി യാതൊന്നുമില്ല. ഞാൻ വീണ്ടും പറയാം, നിങ്ങളുടെ നിഗമനങ്ങൾ, സംശയങ്ങൾ പോലും ശരിയായി പകർത്തിവെക്കണം. എത്ര സൂക്ഷ്മമായാണ് നിങ്ങളുടെ നിഗമനങ്ങൾ യാഥാർത്ഥ്യങ്ങളായി വരുന്നതെന്ന് നിങ്ങൾക്ക് മേലിൽ കാണാം. തോൽവിയാണ് നമ്മുടെ അധ്യാപകൻ, വിജയമല്ല. ലൂസിയുടെ ദീനലക്ഷണങ്ങൾ അവ മുമ്പത്തേതിൽ നിന്ന് വളരെ വ്യത്യസ്തമൊന്നുമല്ലെങ്കിലും ഞാൻ കുറെ കൂടി സൂക്ഷ്മമായി വിശദീകരിച്ചു. അദ്ദേഹം ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ടിരുന്നു, പക്ഷേ യാതൊന്നും പറഞ്ഞുമില്ല. ഞങ്ങൾ അകത്തേക്ക് കയറി ചെന്നപ്പോൾ ലൂസിയുടെ അമ്മയാണ് ഞങ്ങളെ സ്വീകരിച്ചത്. ഞാൻ പ്രതീക്ഷിച്ചത്ര തന്നെയില്ലെങ്കിലും അവർ പരിഭ്രമിച്ചിരുന്നു. പക്ഷേ ഒരു ചെറിയ ഷോക്ക് പോലും അത്രയും ആപൽക്കാരിയാകാവുന്നതാണെങ്കിലും എന്തുകൊണ്ടെന്നറിഞ്ഞില്ല, ഒന്നും അവരെ വ്യക്തിപരമായി ബാധിക്കുന്നില്ലെന്ന് തോന്നി. താൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന തൻ്റെ മകളിലെ ഈ ദാരുണമായ മാറ്റം പോലും അവരിൽ യാതൊരു പ്രതികരണവും ഉണ്ടാക്കിയതായി തോന്നിയില്ല. പ്രകൃതിയുടെ അഗാധ രഹസ്യങ്ങൾ. ഇതൊരു തരം സ്വാർത്ഥ തൽപരതയാണെങ്കിൽ അഹംബുദ്ധിയുടെ പേരിൽ ആരെയും ആക്ഷേപിക്കാൻ ബദ്ധപ്പെടരുതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ അവയ്ക്ക് നമുക്കറിയാവുന്നതിനേക്കാൾ അഗാധമായ കാരണങ്ങൾ ഉണ്ടാവാം. ഈ തത്വശാസ്ത്രം ഞാൻ ഇവിടെ പ്രായോഗികമാക്കി. മിസ്സിസ് വെസ്റ്റേണ ലൂസിയുടെ അരികെ ഇരിക്കരുതെന്നും അത്യാവശ്യ കാര്യങ്ങളല്ലാതെ അവളുടെ രോഗവിവരങ്ങളെപ്പറ്റി ചിന്തിക്കരുതെന്നും ഞാൻ ആവശ്യപ്പെട്ടു. അവർ യാതൊരു പ്രതിഷേധവും കൂടാതെ അത് സ്വീകരിച്ചു. ആത്മരക്ഷയ്ക്ക് വേണ്ടി പൊരുതാനുള്ള പ്രകൃതിയുടെ താൽപ്പര്യം ഇവിടെയും വ്യക്തമായി. ഞാനും വാൻ ഹെൽസിങ്ങും കൂടി ലൂസിയുടെ മുറിയിലേക്ക് പോയി. ഇന്നലെ അവളെ കണ്ടപ്പോൾ ഞാൻ പരിഭ്രമിച്ചതേയുള്ളൂ. പക്ഷേ ഇന്ന് ഞാനാകെ പേടിച്ച് വിറച്ചുപോയി. അവളിൽ പ്രേതത്തിൻ്റെ എന്ന പോലെ വിളർപ്പ് ബാധിച്ചു കഴിഞ്ഞിരുന്നു. ചുണ്ടുകളിൽ നിന്നും തൊണ്ടയിൽ നിന്നുപോലും ചുവപ്പ് നിറം മാഞ്ഞതുപോലെ തോന്നി. എല്ലുകളെല്ലാം മുഴച്ചു നിന്നു. അവളുടെ ശ്വാസഗതി കാണുന്നത് തന്നെ വേദനാജനകമായിരുന്നു. ഹെൽസിങ്ങിൻ്റെ മുഖം ഉദ്വേഗഭരിതമായി. പുരികങ്ങൾ വളഞ്ഞുയർന്നു. ലൂസി ഇളകാതെ കിടക്കുകയാണ്. അവൾ സംസാരിക്കാൻ പോലും അശക്തയാണെന്ന് തോന്നി. ഞങ്ങൾ കുറേ നേരം നിശബ്ദരായി നോക്കി നിന്നു. വാൻ ഹെൽസിങ് എൻ്റെ നേരെ നോക്കി ആംഗ്യം കാണിച്ചു. ഞങ്ങൾ സാവധാനത്തിൽ വെളിയിലേക്ക് പോന്നു. പുറത്തു കടന്ന് വാതിലടച്ച ഉടനെ അദ്ദേഹം തുറന്നു കിടന്നിരുന്ന അപ്പുറത്തെ മുറിയിലേക്ക് ഇടനാഴികയിലൂടെ ധൃതിയിൽ നടന്നു. എന്നെയും ഒപ്പം പിടിച്ചു വലിച്ച് മുറിയിൽ കടന്ന് അദ്ദേഹം വാതിലടച്ചു. എൻ്റെ ദൈവമേ, അദ്ദേഹം പറഞ്ഞു, ഭയാനകമായിരിക്കുന്നു. ഒരു നിമിഷവും പാഴാക്കാനില്ല. ഇങ്ങനെ കിടന്നാൽ ഹൃദയത്തിന് ചലിക്കാനുള്ള രക്തം പോലും ഇല്ലാതെ അവൾ മരിച്ചേക്കും. ഉടനെ തന്നെ രക്തം കുത്തിവെക്കണം. എൻ്റെയോ നിങ്ങളുടെയോ വേണ്ടത്? പ്രൊഫസർ, എനിക്ക് ചെറുപ്പമാണ്, ആരോഗ്യവുമുണ്ട്. എൻ്റേത് തന്നെയാവട്ടെ. എന്നാൽ തയ്യാറായിക്കൊള്ളൂ, ഞാൻ എൻ്റെ ഭാഗം എടുത്തുകൊണ്ട് വരട്ടെ. ഞങ്ങൾ താഴേക്ക് പോയി. അപ്പോൾ വാതിലിൽ ആരോ മുട്ടുന്ന ശബ്ദം കേൾക്കായി. ഞങ്ങൾ ഹാളിലെത്തിയപ്പോഴേക്കും വേലക്കാരി വാതിൽ തുറന്നിരുന്നു. ആർതർ അകത്തേക്ക് കാലെടുത്ത് വയ്ക്കുകയാണ്. ആവേശത്തോടെ എൻ്റെ അരികിലേക്കോടി അദ്ദേഹം പറഞ്ഞു, എന്തുപറ്റി? താങ്കളുടെ കത്തിലെ ഗൂഢാർത്ഥം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ മുതൽ യാതൊരു സമാധാനവുമില്ല. അച്ഛൻ അല്പം സുഖമുണ്ട്. അതിനാൽ ഞാൻ നേരിട്ട് കാണാമെന്ന് കരുതി ഓടിയെത്തിയതാണ്. അദ്ദേഹമല്ലേ വാൻ ഹെൽസിങ്? സർ, അങ്ങ് വന്നതിൽ ഞാൻ വളരെയധികം കൃതജ്ഞനാണ്. പ്രൊഫസറുടെ കണ്ണിൽ ആദ്യം കോപമാണ് സ്ഫുരിച്ചത്. അത്തരം ഒരു സന്ദർഭത്തിൽ കടന്നു വന്നതിനാലായിരിക്കും. പക്ഷേ ആർതറുടെ യുവചൈതന്യം തുളുമ്പുന്നതും അരോഗ സുദൃഢവുമായ ദേഹം കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ തിളങ്ങി. കൈ നീട്ടിപ്പിടിച്ച് അദ്ദേഹം പൊടുന്നനെ പറഞ്ഞു, സർ, നിങ്ങൾ സമയത്തിനു വന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട ലൂസിയുടെ കാമുകനാണ് നിങ്ങൾ. അവളുടെ സ്ഥിതി മോശമാണ്, വളരെയധികം മോശം. ഇല്ല കുഞ്ഞെ, അത്രയ്ക്കൊന്നുമില്ല. അപ്പോഴേക്കും ആർതർ ബോധമറ്റ പോലെ ഒരു കസേരയിലേക്ക് ചാഞ്ഞു കഴിഞ്ഞിരുന്നു. നിങ്ങളാണ് അവളെ സഹായിക്കേണ്ടത്. അതിന് മറ്റാരേക്കാളും കഴിവ് നിങ്ങൾക്കാണ്. ധീരതയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സഹായി. ഞാൻ എന്തു വേണം? ആർതർ ചോദിച്ചു. പറയൂ, ഞാൻ ചെയ്യാം. എൻ്റെ ജീവിതം തന്നെ അവളുടേതാണ്. അവൾക്ക് വേണ്ടി എൻ്റെ സിരകളിലെ അവസാനത്തെ തുള്ളി രക്തം പോലും ഊറ്റാൻ ഞാൻ തയ്യാറാണ്. പ്രൊഫസർ ചിലപ്പോൾ കടുത്ത ഹാസ്യാത്മകതയോടെ സംസാരിക്കും. അദ്ദേഹത്തിൻ്റെ മറുപടിയിലെ ഹാസ്യാത്മകത ചിരപരിചയം കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എൻ്റെ യുവ സുഹൃത്തെ, ഞാൻ അത്രയും ആവശ്യപ്പെടുന്നില്ല. അവസാനത്തെ തുള്ളി വരെ വേണ്ട. ഞാൻ എന്തു വേണം? ആർതറുടെ കണ്ണുകൾ രൂക്ഷമായി. നാസാദ്വാരം വിടർന്ന് ചലിച്ചു കൊണ്ടിരുന്നു. വാൻ ഹെൽസിങ് അദ്ദേഹത്തിൻ്റെ മുതുകത്ത് തട്ടി. വരൂ, അദ്ദേഹം പറഞ്ഞു. താങ്കൾ ഒരു പുരുഷനാണ്. ഞങ്ങൾക്കാവശ്യം അതാണ്. താങ്കൾ എന്നേക്കാളും എൻ്റെ സുഹൃത്ത് ജോണിനേക്കാളും ആരോഗ്യവാനാണ്. ആർതർ മിഴിച്ചു നോക്കി. പ്രൊഫസർ മധുരമായ സ്വരത്തിൽ വിവരിച്ചുകൊണ്ടിരുന്നു. ലൂസിക്ക് കലശലാണ്, തീരെ വയ്യ.
അവൾക്കിപ്പോൾ രക്തമാണ് ആവശ്യം. രക്തം, അല്ലെങ്കിൽ മരിക്കും. ഞാനും ജോണും കൂടി ആലോചിച്ചു. ഞങ്ങൾ രക്തസംക്രമണം നടത്താൻ ഭാവിക്കുകയായിരുന്നു. ജോണിന് എന്നേക്കാൾ ചെറുപ്പമാണ്, ആരോഗ്യവുമുണ്ട്. അതിനാൽ അദ്ദേഹത്തിൻ്റെ രക്തമെടുക്കാൻ പുറപ്പെടുകയായിരുന്നു. ഇത്രത്തോളമായപ്പോൾ നിശബ്ദനായി ആർതർ എൻ്റെ കൈ പിടിച്ചമർത്തി. ഇപ്പോൾ ഏതായാലും നിങ്ങൾ എത്തിയല്ലോ. കൂടുതൽ ചിന്താപരമായി അധ്വാനിക്കുന്ന ഞങ്ങളെക്കാൾ മെച്ചമാണ് നിങ്ങൾ. നിങ്ങളുടേതുപോലെ ഞങ്ങളുടെ ഞരമ്പുകൾ അത്രയും ഉദ്വേഗരഹിതങ്ങളല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ രക്തം അത്രയും ചൈതന്യവർത്തുമായിരിക്കില്ല. ആർതർ അദ്ദേഹത്തിൻ്റെ നേരെ തിരിഞ്ഞു പറഞ്ഞു. അവൾക്ക് വേണ്ടി മരിക്കാൻ എനിക്ക് എത്രമാത്രം സന്തോഷമാണുള്ളതെന്ന് അറിഞ്ഞാൽ മാത്രമേ അങ്ങ്. അദ്ദേഹം നിരുദ്ധ കണ്ഠനായിപ്പോയി. മിടുക്കൻ, വാൻ ഹെൽസിംഗ് പറഞ്ഞു. നിങ്ങൾ സ്നേഹിക്കുന്നവൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അധികം താമസിയാതെ നിങ്ങൾക്ക് അഭിമാനിക്കാം. ഇപ്പോൾ സംസാരിച്ചു നിൽക്കാതെ എൻ്റെ കൂടെ വരൂ. അതിനു മുമ്പേ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി അവളെ ചുംബിക്കാം. പിന്നീട് നിങ്ങൾ പോകണം, അതും ഞാൻ ആംഗ്യം കാണിക്കുമ്പോൾ. അമ്മയോടൊരക്ഷരം പറയരുത്. അവരുടെ സ്ഥിതി അറിയാമല്ലോ. വരൂ. ഞങ്ങളെല്ലാവരും കൂടി ലൂസിയുടെ മുറിയിലേക്ക് പോയി. വിരൽ ചൂണ്ടിയതനുസരിച്ച് ആർതർ പുറത്തു നിന്നു. ലൂസി തലചിരിച്ച് ഞങ്ങളെ നോക്കി. പക്ഷെ ഒന്നും പറഞ്ഞില്ല. അവൾ ഉറങ്ങുകയായിരുന്നില്ല. പക്ഷേ സംസാരിക്കാൻ ശ്രമിക്കാൻ പോലും കഴിയാത്ത വിധം തളർന്നു കഴിഞ്ഞിരുന്നു. അവളുടെ കണ്ണുകൾ സംസാരിച്ചു, അത്രമാത്രം. വാൻ ഹെൽസിംഗ് തൻ്റെ ബാഗിൽ നിന്ന് എന്തോ എടുത്ത് മറവിലുള്ള മേശപ്പുറത്ത് വെച്ചു. പിന്നീട് ഒരു ഉറക്കമരുന്നെടുത്ത് ചേർത്ത് അദ്ദേഹം കിടക്കയ്ക്കരികിൽ വന്ന് ഉന്മേഷവദനായി പറഞ്ഞു. ഇനി മകളെ, ഈ മരുന്ന് കുടിക്കൂ. നല്ല കുട്ടിയല്ലേ, നോക്കൂ, ഞാൻ എടുത്തു കാണിച്ചു തരാം. എന്നാൽ കുടിക്കാൻ വിഷമമുണ്ടാവില്ല. അതെ, അവൾ വളരെ വിഷമിച്ചെങ്കിലും മരുന്ന് കുടിച്ചു. മരുന്ന് ഫലിക്കാൻ വളരെയധികം സമയമെടുത്തു. അത് യഥാർത്ഥത്തിൽ അവളുടെ ക്ഷീണത്തിൻ്റെ ശക്തിയെയാണ് കാണിക്കുന്നത്. സമയം നീങ്ങുന്നേയില്ലെന്ന് തോന്നി. ഒടുവിൽ അവളുടെ കൺപോളകളിൽ ഉറക്കം വീണു. പിന്നെ പിന്നെ ഉറക്കമരുന്ന് അതിൻ്റെ വീര്യം പ്രകടിപ്പിക്കാൻ തുടങ്ങി. അവൾ ഗാഢനിദ്രയിൽ ലയിച്ചു. പ്രൊഫസർക്ക് പരിപൂർണ ബോധ്യമായപ്പോൾ അദ്ദേഹം ആർതറോട് മുറിയിലേക്ക് വന്ന് കോട്ടഴിച്ചു വെക്കാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം തുടർന്നു. ഞാൻ മേശ ഇങ്ങോട്ട് നീക്കിയിടുന്നതിനിടയ്ക്ക് നിങ്ങൾ അവളെ മൃദുവായൊന്ന് ചുംബിച്ചോളൂ. ജോൺ, ഇതൊന്ന് പിടിക്കൂ. ആർതർ അവളുടെ മേലെ കുനിഞ്ഞപ്പോൾ ഞങ്ങൾ ഇരുവരും അങ്ങോട്ട് നോക്കുന്നുണ്ടായിരുന്നില്ല. എൻ്റെ നേരെ തിരിഞ്ഞ് വാൻ ഹെൽസിംഗ് സ്വകാര്യമായി പറഞ്ഞു. അദ്ദേഹത്തിന് ചെറുപ്പമാണ്, ആരോഗ്യവുമുണ്ട്. രക്തം എത്രയും പരിശുദ്ധമാണ്, നമുക്കത് ശുദ്ധീകരിക്കേണ്ടി വരില്ല. പിന്നീട് ദ്രുതഗതിയിൽ എന്നാൽ വളരെ ചിട്ടയോടെ വാൻ ഹെൽസിംഗ് രക്തസംക്രമണം നടത്തിക്കൊണ്ടിരുന്നു. ലൂസിയുടെ കവിളിൽ ചൈതന്യം വെക്കുന്നതുപോലെ തോന്നി. ആർതർ വിളർത്തു വന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ മുഖം തിളങ്ങുകയായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് പരിഭ്രമമായി. ആരോഗ്യസമ്പന്നനെങ്കിലും രക്തം എടുത്തുകൊണ്ടിരുന്നത് അദ്ദേഹത്തിൽ പ്രതികരണങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. ലൂസി എത്രമാത്രം വേദന സഹിച്ചു കാണുമെന്ന് ഞാൻ ഊഹിച്ചു. കാരണം ആർതർ ഇത്രയും ക്ഷീണിച്ചിട്ടും അവൾ ഭാഗികമായേ മെച്ചപ്പെട്ടുള്ളൂ. പക്ഷേ പ്രൊഫസറുടെ മുഖം ഏകാഗ്രമായിരുന്നു. കയ്യിൽ വാച്ചു പിടിച്ച് അദ്ദേഹം രോഗിയെയും ആർദ്രയെയും മാറി മാറി നോക്കിക്കൊണ്ടിരുന്നു. എനിക്കെൻ്റെ ഹൃദയം തന്നെ മിടിക്കുന്നത് കേൾക്കുന്നുണ്ടെന്ന് തോന്നി. അപ്പോൾ പ്രൊഫസർ മൃദുസ്വരത്തിൽ പറഞ്ഞു, ഒട്ടും അനങ്ങരുത്. മതി, നിങ്ങൾ അദ്ദേഹത്തെ നോക്കിക്കോളൂ, ഞാൻ ഇവളെ നോക്കാം. എല്ലാം കഴിഞ്ഞപ്പോൾ ആർതർ വല്ലാതെ തളർന്നു പോയി എന്ന് ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ അദ്ദേഹത്തിൻ്റെ മുറി കെട്ടി കൈപിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോരാൻ ഭാവിക്കുകയായിരുന്നു. അപ്പോൾ പ്രൊഫസർ പറഞ്ഞു, ഈ ധീരകാമുകൻ ഇവളെ ഒന്നുകൂടി ചുംബിച്ചുകൊള്ളട്ടെ. രക്തസംക്രമണം അവസാനിച്ചിരുന്നതിനാൽ അദ്ദേഹം തലയണ രോഗിയുടെ തലയ്ക്കടിയിലേക്ക് നീക്കിവെച്ചു. അപ്പോൾ അവൾ കഴുത്തിൽ എല്ലായ്പ്പോഴും ധരിക്കാറുള്ള കാമുകൻ്റെ സമ്മാനമായ ഒരു നേരിയ കറുത്ത പട്ട് നാടയിൽ കോർത്ത രത്നം ഒരൽപ്പം മേലോട്ടു നീങ്ങി. കഴുത്തിൽ ഒരു ചെറിയ ചുവപ്പടയാളം ദൃശ്യമായി. ആർതർ അത് ശ്രദ്ധിച്ചില്ല. പക്ഷേ അതേസമയം തന്നെ ശ്വാസം അമർത്തി ഉള്ളിലേക്ക് വലിക്കുന്നതിൻ്റെ ഒരു സീൽക്കാരം ഞാൻ കേട്ടു. വാൻ ഹെൽസിംഗിൽ നിന്നും അറിയാതെ പുറപ്പെട്ടതായിരുന്നു അത്. അദ്ദേഹം അപ്പോൾ അതിനെപ്പറ്റി യാതൊന്നും പറഞ്ഞില്ല. എൻ്റെ നേരെ തിരിഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇനി ഈ ധീരനായ സ്നേഹസമ്പന്നനെ കൂട്ടിക്കൊണ്ടുപോയി കുറേ വൈൻ കൊടുക്കൂ. അദ്ദേഹം അല്പനേരം ഒരിടത്ത് കിടന്നോട്ടെ. പിന്നീട് വീട്ടിലേക്ക് പോയി പരിപൂർണമായി വിശ്രമിക്കാം. ധാരാളം ഭക്ഷണം കഴിക്കുകയും ഉറങ്ങുകയും ചെയ്ത് തൻ്റെ കാമിനിക്ക് നൽകിയ ശക്തി വീണ്ടെടുക്കട്ടെ. അദ്ദേഹം ഇവിടെ താമസിക്കരുത്. നിൽക്കൂ ഒരു നിമിഷം. ഇതിൻ്റെ ഫലത്തെപ്പറ്റി നിങ്ങൾ ഉത്കണ്ഠാകുലനാണെന്ന് എനിക്കറിയാം. എന്നാൽ കേട്ടോളൂ, ഓപ്പറേഷൻ എല്ലാ നിലയ്ക്കും വിജയകരമായി. ഇത്തവണ നിങ്ങൾ അവളുടെ ജീവനെ രക്ഷിച്ചിരിക്കുന്നു. അവൾക്ക് സുഖമായാൽ ഞാൻ എല്ലാം അവളോട് പറഞ്ഞുകൊള്ളാം. അവൾ നിങ്ങളെ ജീവനിലുപരിയായി സ്നേഹിക്കാതിരിക്കുകയില്ല. ആർദ്ര പോയപ്പോൾ ഞാൻ മുറിയിലേക്ക് തിരിച്ചു ചെന്നു. ലൂസി ശാന്തയായി ഉറങ്ങുന്നു. പക്ഷേ അവളുടെ ശ്വാസോച്ഛ്വാസത്തിന് ശക്തി കൂടിയിട്ടുണ്ട്.
ആ മാറിടം ഉയർന്ന് താഴുമ്പോൾ പുതപ്പ് അനങ്ങുന്നത് ഞാൻ വ്യക്തമായി കണ്ടു. കട്ടിലിനരികെ അവളെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് വാൻ ഹെൽസിംഗ്. പട്ടുചരട് അവളുടെ കഴുത്തിലെ ചുവന്ന അടയാളത്തെ വീണ്ടും മറച്ചു. ഞാൻ വളരെ മെല്ലെ പ്രൊഫസറോട് ചോദിച്ചു, അവളുടെ കഴുത്തിലെ ആ അടയാളം എന്താണെന്നാണ് താങ്കളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഞാനത് ഇതുവരെയും പരിശോധിച്ചിട്ടില്ല എന്ന് ഞാൻ പ്രതിവദിച്ചു. അപ്പോൾ തന്നെ ആ ചരട് കുറച്ച് അയച്ചിടുകയും ചെയ്തു. കഴുത്തിലെ പുറംഭാഗത്തുള്ള വലിയ ഞരമ്പിൻ്റെ തൊട്ടുമുകളിലായി 2 ചെറിയ മുറിപ്പാടുകളുണ്ട്. കാഴ്ചയിൽ ആരോഗ്യകരമായി തോന്നുന്നുമില്ല. യാതൊരു അസുഖ ലക്ഷണവുമില്ല. പക്ഷേ ആ മുറിപ്പാടിൻ്റെ വക്കുകൾ വെളുത്തും വികലമായും ഇരുന്നു, പിടിച്ച് തിരുമ്മിയ പോലെ. പെട്ടെന്ന് എനിക്ക് തോന്നി, ഈ മുറിയിലൂടെയായിരിക്കും ഇത്രയധികം രക്തം ചോർന്നു പോയത്. പക്ഷെ പെട്ടെന്ന് തന്നെ അത് ശരിയായിരിക്കുകയില്ല എന്നും എനിക്ക് തോന്നി. കാരണം അത് തികച്ചും അസംഭവ്യമാണ്. രക്തം കയറ്റുന്നതിന് മുമ്പ് കണ്ട അത്രയും വിളർപ്പ് അവളുടെ ദേഹത്തിന് വരണമെങ്കിൽ ഏതാണ്ട് ദേഹത്തിലെ രക്തമെല്ലാം തന്നെ ചോർന്നു പോയിട്ടുണ്ടാവണം. എങ്കിൽ ഇതിനകം അവളുടെ കിടക്കയിലെ വിരിയെല്ലാം നനഞ്ഞു കുതിർന്ന് ഒരു ചുവപ്പ് കട്ടയായി തീർന്നിരിക്കും. ശരിയായോ? വാൻ ഹെൽസിംഗ് ചോദിച്ചു. ശരിയായി, ഞാൻ പറഞ്ഞു. പക്ഷേ എനിക്കതിനെപ്പറ്റി ഒന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പ്രൊഫസർ എണീറ്റു. എനിക്കിന്ന് രാത്രി ആംസ്റ്റർഡാമിലേക്ക് പോകണം, അദ്ദേഹം പറഞ്ഞു. അവിടെ എനിക്ക് ആവശ്യമായ പുസ്തകങ്ങളും മറ്റു സാധനങ്ങളുമുണ്ട്. രാത്രി മുഴുവൻ നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കണം. ഒരിക്കലും അവളുടെ ദേഹത്തിൽ നിന്ന് കണ്ണെടുക്കരുത്. ഞാനൊരു നഴ്സിനെ വിളിക്കട്ടെ? ഞാൻ ചോദിച്ചു. നമ്മളാണ് ഏറ്റവും നല്ല നഴ്സുമാർ, നിങ്ങളും ഞാനും. നിങ്ങൾ രാത്രി മുഴുവൻ അവളെ കാത്തിരിക്കൂ. അവൾക്ക് നല്ല പോലെ ഭക്ഷണം കൊടുക്കൂ. അവളെ യാതൊന്നും തന്നെ ഉപദ്രവിക്കാതെ ശ്രദ്ധിക്കൂ. രാത്രി നിങ്ങൾ ഉറങ്ങരുത്. പിന്നീട് നമുക്ക് നന്നായി ഉറങ്ങാം. ഞാൻ കഴിയുന്നത്ര വേഗത്തിൽ തിരികെ വരാം. എന്നിട്ട് നമുക്ക് ആരംഭിക്കാം. ആരംഭിക്കാമെന്നോ? ഞാൻ ചോദിച്ചു. താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതെല്ലാം ഉണ്ട്. അദ്ദേഹം ധൃതിയിൽ പുറത്തിറങ്ങിപ്പോയി. ഒരു നിമിഷത്തിനുള്ളിൽ തിരികെ വന്ന് വാതിലിലൂടെ തലയിട്ട് മുന്നറിയിപ്പ് എന്നോണം വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഓർമ്മയിരിക്കട്ടെ, അവൾ നിങ്ങളുടെ ചാർജിലാണ്. നിങ്ങൾ അവളെ വിട്ടുപോവുകയും അവൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുകയും ചെയ്താൽ പിന്നീട് നിങ്ങൾ മനസമാധാനത്തോടെ ഉറങ്ങുകയില്ല.